ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ തയ്യാറാക്കിയാലോ. നെയ്ച്ചോറ്, പത്തിരി, പൊറോട്ട, വെള്ളപ്പം അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്ന ചിക്കൻ കുറുമയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച 2 ചെറിയ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കളറിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയും കോഴി കഷ്ണങ്ങളും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് അരപ്പിനാവശ്യമായ തേങ്ങ, വലിയ ജീരകം, ചെറിയ ഉള്ളി എന്നിവ നന്നായി അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരത്ത് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു തിള വരുന്നതിനായി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.